ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ ഹൃദയവും യു.എസ്. പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയും സ്ഥിതി ചെയ്യുന്ന വൈറ്റ് ഹൗസിന് സമീപത്ത് വെടിവെപ്പുണ്ടായത്. അതീവ സുരക്ഷാ മേഖലയായതിനാൽ നാഷണൽ ഗാർഡ് സുരക്ഷാ ഭടന്മാരുടെ അതിശക്തമായ നിയന്ത്രണമുള്ള സ്ഥലത്താണ് വെടിവെപ്പ് നടന്നത് എന്നത് അമേരിക്കയ്ക്ക് വലിയ ആഘാതമാണിപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത്. അതീവ സുരക്ഷാ മേഖലയിലൂടെ കടന്നുവന്ന ഒരു അക്രമി പൊടുന്നവെ തന്റെ അരയിൽ നിന്ന് തോക്കെടുത്ത് സുരക്ഷാ ഭടന്മാരായ 2 പേർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പരസ്പരം വെടിവെപ്പ് നടന്നതിന് ശേഷം മറ്റ് നാഷണൽ ഗാർഡ് സൈനികർ ആക്രമിയെ കീഴ്പ്പെടുത്തുകയായിരുന്നു. 15ഓളം തവണ ആക്രമി ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്തുവെന്നാണ് വിവരങ്ങൾ. ഗുരുതരമായ പരിക്കേറ്റ് ചികിത്സയിലായിരിക്കുന്ന സെക്യൂരിറ്റി ഗാർഡുകളിൽ ഒരാൾ വനിതാ ഓഫീസറാണ്. ഇവരുടെ തലക്കേറ്റ പരിക്കാണ് ഗുരുതരമായിരിക്കുന്നത്. വെർജീനിയക്കാരാണ് ഇരുവരും. വൈറ്റ് ഹൗസിൽ നിന്ന് ഏറെ അകലെയല്ലാത്ത മെട്രോ സ്റ്റോപ്പിൽ വെച്ചായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. ആക്രമിയെ അവർ ശക്തമായി തന്നെ പ്രതിരോധിക്കുകയും പരിക്കേറ്റിട്ടും രക്ഷപ്പെടുവാൻ ശ്രമിച്ച ആക്രമിയെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ പിന്തുടർന്ന് പിടികൂടുകയുമായിരുന്നു. ആക്രമി ആരാണെങ്കിലും അവൻ കനത്ത ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് പ്രസ്താവിച്ചതിന് പിന്നാലെ ഭീകരാക്രമണമാണെന്നും ഊന്നി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയ ട്രംപിന്റെ ശരീരഭാഷ അങ്ങേയറ്റം കോപാകുലമായിരുന്നു. നരകക്കുഴിയായി നിബന്ധിച്ചിരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ സ്വദേശിയാണ് പ്രതിയെന്നും അമേരിക്കയിൽ ഭീകരപ്രവർത്തനം നടത്തുവാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് 2021 യു.എസിൽ പ്രവേശിച്ചയാളാണ് ഈ ഭീകരനെന്നും ഇത് ഭീകരപ്രവർത്തനമല്ലാതെ മറ്റൊന്നുമല്ലെന്നും ട്രംപ് തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. 29കാരൻ്റെ പേര് റഹ്മാനുള്ള ലഖൻവാൾ എന്നാണ്. യു.എസ്. സൈന്യം രാജ്യത്ത് നിന്ന് പിൻവാങ്ങിയതിനു ശേഷം 10,000-കണക്കിന് അഫ്ഗാനികളെ ഒഴിപ്പിച്ച് പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2021 സെപ്റ്റംബറിൽ നടപ്പിലാക്കിയ ഓപ്പറേഷൻ ആലിസ് വെൽക്കം പ്രോഗ്രാമിന്റെ മറപിടിച്ചായിരുന്നു ഈ അക്രമി യു.എസിൽ പ്രവേശിച്ചത്. അമേരിക്കയെ നശിപ്പിക്കുവാനായി പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർ കളമൊരുക്കുന്നുവെന്നുള്ള നിഗമനത്തിൽ കുടിയേറ്റക്കാർക്കെതിരെ അതിശക്തമായ നടപടികളും നാടുകടത്തലും ട്രംപ് ശക്തമായിരിക്കുന്നതിനിടയ്ക്ക് അഫ്ഗാൻകാരനായ ഒരാൾ തന്റെ വസതിക്ക് സമീപത്ത് 2 സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വെടിയുതിർത്തത് ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നീക്ക നിലപാടുകളെ ശരിവെക്കുന്ന വിധത്തിലാണ്. ഈ ഹീനമായ ആക്രമണം ഒരു ദുഷ്ടപ്രവൃത്തിയും വെറുപ്പിന്റെയും ഭീകരതയുടെയും പ്രവർത്തനവുമാണെന്നും അതുകൊണ്ട് ജോ ബൈഡന്റെ ഭരണകാലത്ത് കുടിയേറ്റക്കാരായി അമേരിക്കയിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട അഫ്ഗാൻ അഭയാർത്ഥികളെക്കുറിച്ച് പുനരന്വേഷണം നടത്തണമെന്നും പ്രസിഡന്റ് ബൈഡൻ ഒപ്പിട്ട നിയമങ്ങൾ പ്രകാരമാണ് അഫ്ഗാൻ വ്യക്തിയുടെ കുടിയേറ്റ പദവി നീട്ടിയെന്നും ഈ ആക്രമണം നമ്മുടെ രാഷ്ട്രം നേരിടുന്ന ഏറ്റവും വലിയ ദേശീയ സുരക്ഷാ ഭീഷണിയെ അടിവരയിടുകയാണെന്നും ട്രംപ് വ്യക്തമാക്കി. ആക്രമിയുടെ വെടിയേറ്റ് വീണ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ ഓർത്ത് രാജ്യം വേദനയും ദുഃഖവും കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ ന്യായമായ കോപവും ക്രൂരമായ ദൃഢനിശ്ചയവും മാത്രമാണ് നമ്മളിൽ നിറഞ്ഞിരിക്കുന്നതെന്നും അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് എന്ന നിലയിൽ താൻ പ്രഖ്യാപിക്കുന്നത് ഈ ക്രൂരത ചെയ്ത മൃഗം ഇതിന് ഏറ്റവും വലിയ വില നൽകേണ്ടി വരുമെന്നും അതിന് സാധ്യമായതെല്ലാം താൻ ചെയ്യുമെന്നുമായിരുന്നു. അമേരിക്കൻ ജനത മുഴുവൻ കലിപൂണ്ട് രംഗത്തിറങ്ങിയ ഈ ആക്രമണത്തെക്കുറിച്ച് കടുത്ത രോഷത്തോടെയാണ് ജനങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. യൂണിഫോമിലുള്ളവർക്കെതിരായ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങളോട് ഒരു സഹിഷ്ണുത കാണിക്കരുതെന്നും നിസ്വാർത്ഥമായി യു.എസിനെ സേവിക്കുന്ന യൂണിഫോമിലുള്ള ധീരരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എതിരായ ഏത് തരത്തിലുള്ള അക്രമത്തോടും ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്നും കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം വ്യക്തമാക്കി. എന്നാൽ ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത് കുടിയേറ്റക്കാർക്കായി അമേരിക്കയെ തുറന്നിടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരത്തിലെത്തിയ ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനിയെ പോലെയുള്ളവർ പ്രതികരിക്കാതെ നിശബ്ദത കാണിക്കുന്നതാണ്. ബൈഡൻ ഭരണകൂടം ലോകമെമ്പാടുമുള്ള 20 ദശലക്ഷം അജ്ഞാത വിദേശികളെയാണ് കുടിയേറ്റക്കാരായി അമേരിക്കയിലേക്ക് അഴിച്ചുവിട്ടത്. അക്കൂട്ടത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് യു.എസിൽ പ്രവേശിച്ച ഓരോ ഏലിയൻസിനെയും യു.എസ്. ഇപ്പോൾ പുനഃപരിശോധിക്കുമെന്നും അമേരിക്കയെ സ്നേഹിക്കാത്തവരെ നീക്കം ചെയ്യുന്നത് ഉറപ്പാക്കുമെന്നും നമ്മുടെ രാജ്യത്ത് കാണുവാൻ പോലും പാടില്ലാത്ത ഇത്തരം ആളുകൾ നടത്തുന്ന ഇത്തരം ആക്രമണങ്ങളെ ഞങ്ങൾ സഹിക്കില്ലെന്നും ഇത്തരക്കാർക്ക് നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കവരെ വേണ്ടെന്നും ഭീകരതയ്ക്ക് മുന്നിൽ അമേരിക്ക ഒരിക്കലും വഴങ്ങുകയില്ലെന്നും അതേസമയം സൈനികർ വളരെ മാന്യമായി നിറവേറ്റിയ ദൗത്യം നമ്മൾ തുടരുകയും ചെയ്യുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്തിടെ അമേരിക്കയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ചാർലി കിർക്ക് തന്റെ ശ്രദ്ധേയമായ അവസാന പ്രഭാഷണത്തിൽ പ്രഖ്യാപിച്ചത് തോക്ക് സംസ്കാരം അമേരിക്കയെ നശിപ്പിക്കുമെന്നായിരുന്നു. അത് ശരിവെക്കുന്ന വിധത്തിൽ കിർക്ക് വെടിയേറ്റ് കൊല്ലപ്പെടുകയും പ്രസിഡന്റ് ട്രംപ് തന്നെ 2 വട്ടം തോക്ക് ആക്രമണത്തിൽ നിന്ന് തലനാരിഴക്കി രക്ഷപ്പെടുകയും ചെയ്തു. കിർക്കിന്റെ പ്രവചനാത്മക വാക്കുകളെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് അമേരിക്കയെ നശിപ്പിക്കാനിറങ്ങിയ ഭീകരശക്തികളിൽ നിന്നും അമേരിക്കയെ രക്ഷിക്കുവാൻ യഥാസ്ഥിതിക അമേരിക്കൻ ജനതയെല്ലാം ഒന്നിച്ചു നിന്നേ മതിയാകുകയുള്ളൂ.